എടി മറ്റവളെ ഷെഫീന ബീവി, എടി മറ്റവളെ, നിനക്ക് എന്നെ മറ്റവളെ എന്ന് വിളിക്കാമെങ്കിൽ എനിക്ക് നിന്നെ മറ്റവളെ എന്ന് വിളിക്കാം. പിന്നെ സൗകര്യമില്ലടി KHDC ഫിറോസ് തന്ന വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. നീ ഒന്ന് ഇറക്കി കാണിക്കടി. നീ പെണ്ണാണെങ്കിൽ എന്നെ ഇറക്കി കാണിക്കടി. നീ കൊറേ നേരമായല്ലോ നീ എനിക്കിട്ടിട്ടോ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. നീ ആരാന്നടി നിന്റെ വിചാരം? എടി സൗകര്യമില്ലടി അവിടുന്ന് ഇറങ്ങി തരാൻ. നീ കൊണ്ട് കേസ് കൊടുത്ത് തന്നെ ഇറക്കടി. അച്ഛൻ അതിനെ സപ്പോർട്ട് നല്ലത് വരട്ടെ, മുന്നോട്ട് നീങ്ങിക്കോളാനാണ് അവളടുത്ത് പറയുന്നത്. ഞാൻ ഇന്ന് നാളെ വീട്ടിൽ കാണുകയല്ലേ നമ്മുടെ മുറ്റത്ത് നിന്ന് അച്ഛന്റെ വീട് അപ്പുറത്താണ്. ഹലോ, രേണുസുധിയുടെ പുതിയൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. രേണുസുധിയും ഷഫീന ബീബിയും തമ്മിലുള്ള പ്രശ്നം ഓൾറെഡി ഓടുന്നുണ്ട്. സോ ഷഫീന ബേബിക്കെതിരെയാണ് വീഡിയോ. അതിൽ ഈ സ്ഥലം കൊടുത്ത പള്ളിയിലെ അച്ഛനുണ്ടല്ലോ, ആ പാവ എന്തോ കഷ്ടകാലത്തിന് കൊടുത്തു പോയതാ. എൻ്റെ ദൈവമേ, ഇതുപോലൊരെണ്ണത്തിനാണ് കൊടുക്കുന്നതെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ആ പാവ അച്ഛൻ അതുപോലും കൊടുക്കത്തില്ലായിരുന്നു. കൊടുത്തു പോയല്ലോ, ഇനിയിപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങേരെ വരെ വിഷപ്പാമ്പ് എന്ന് വിളിച്ച മുതലാണ് ഈ രേണുസുധി. ഈ ഉപകാരം ചെയ്തവരെ ഉപദ്രവിക്കുക എന്നുള്ളത് ഒരു ശീലമായതുകൊണ്ട് പിന്നെ നമുക്കൊന്നും പറയാനില്ല. എടി മറ്റവളെ ഷെഫീന ബീവി, എടി മറ്റവളെ, നിനക്ക് എന്നെ മറ്റവളെ എന്ന് വിളിക്കാമെങ്കിൽ എനിക്ക് നിന്നെ മറ്റവളെ എന്ന് വിളിക്കാം. പിന്നെ സൗകര്യമില്ലടി KHDC ഫിറോസ് തന്ന വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. നീ ഒന്ന് ഇറക്കി കാണിക്കടി. നീ പെണ്ണാണെങ്കിൽ എന്നെ ഇറക്കി കാണിക്കടി. നീ കൊറേ നേരമായല്ലോ നീ എനിക്കിട്ടിട്ടോ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. നീ ആരാന്നടി നിന്റെ വിചാരം? എടി സൗകര്യമില്ലടി അവിടുന്ന് ഇറങ്ങി തരാൻ. നീ കൊണ്ട് കേസ് കൊടുത്ത് തന്നെ ഇറക്കടി. ഇവർക്ക് വല്ല കാര്യമുണ്ടോ ഇതുപോലുള്ള ഇതിന് റിയാക്ട് ചെയ്തിട്ട് പബ്ലിക്കിൻ്റെ മുന്നിലുള്ള വിലയും കൂടെ നശിപ്പിച്ച് പണ്ടാരടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പം ഉള്ള സപ്പോർട്ടും ആ വിലയും വെച്ച് അങ്ങോട്ട് മുമ്പോട്ട് ജീവിച്ച് പോയാൽ പോരെ? അപ്പോഴത്തേക്ക് എങ്ങനെയാ കുത്തുമല്ലോ. കുറച്ച് ആൾക്കാരും കുറച്ച് ഫാൻസിനെയും കാണുമ്പോഴേക്ക് കുത്തു തുടങ്ങി. എത്ര കാലം കാണുന്ന വല്ല ബോധമുണ്ടോ? ഉള്ള കാലം കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പോകാൻ നോക്കാതെ എങ്ങനെയൊക്കെ ആൾക്കാരെ വെറുപ്പിക്കാവോ, എങ്ങനെയൊക്കെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വൃത്തിയായിട്ട വാക്കുകളും ദേഷ്യവും ശാപമൊക്കെ മേടിക്കാവോ, അങ്ങനെയൊക്കെ മേടിച്ചിട്ടേ ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു സാധനം. വ്ലോഗ് ചെയ്ത് ശ്രീ എനിക്ക് പിന്നെ ബിഷപ്പ് കൊണ്ട് പരാതി വരെ കൊടുത്തു. പിന്നെ ഇപ്പൊ ഏറ്റവും വലിയ വിറ്റെന്താന്നറിയാവോ? രേണുവിനെതിരായും എനിക്കെതിരായും ആര് വീഡിയോ ഇടുന്നു ആ വീഡിയോയുടെ ആദ്യത്തെ കമന്റ് ആരുടെന്നറിയാവോ? ജീസസ്. ഞാൻ അന്നേരം കയറി ചോദിച്ചു, അച്ഛന് വേറെ ജോലി ഇല്ലേ അച്ഛോ? ഈ രേണുവിന്റെ മോശം പറയാ എന്നെ മോശം പറയാൻ ചെയ്യുന്നവരുടെ താഴെ ന്യായത്തിന്റെ കൂടെ നിന്നല്ല ഈ ചേച്ചിയുടെ മോനെ പറഞ്ഞിട്ട് ആ റൗണ്ട് ചെയ്തിട്ടേനും അച്ഛൻ അതിനെ സപ്പോർട്ട് നല്ലത് വരട്ടെ, മുന്നോട്ട് നീങ്ങിക്കോളാനാണ് അവളടുത്ത് പറയുന്നത്. ഞാൻ ഇന്ന് നാളെ വീട്ടിൽ പാപ്പോട്ടെ. ഉപകാരം ചെയ്ത ഒരു മനുഷ്യനെ ഇങ്ങനെ വീണ്ടും 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 അപമാനിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ തോന്നുന്നോ എന്തോ. പിന്നെ അച്ഛൻ പോയി കമന്റ് ഇടുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഒക്കെ കയ്യിലിരിപ്പ് കാരണം. മര്യാദക്കായിരുന്നെങ്കിൽ ഒരാളും ചൊറിയാനോ അല്ലെങ്കിൽ കമന്റ് ഇടാനോ വരത്തില്ലല്ലോ. കയ്യിലിരിപ്പ് നന്നാവണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. മനസ്സിലായോ? എൻ്റെ പൊന്നച്ചോ, ജീവിതത്തിൽ ഇനി ഇതുപോലുള്ള നിങ്ങൾക്ക് സഹായം ചെയ്യരുത്. അത് ഉപദ്രവമായിട്ട് മാറുന്നല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള നിങ്ങൾക്ക് സഹായം ചെയ്തു കഴിഞ്ഞാൽ ആ സഹായം ചെയ്യുന്ന അച്ഛനെ കൂടെ ഉപദ്രവമായിട്ട് വരത്തുള്ളൂ. ഇപ്പം അനുഭവത്തിൽ വരുന്നുണ്ടല്ലോ. കാണുകയല്ലേ നമ്മുടെ മുറ്റത്ത് നിന്ന് അച്ഛന്റെ വീട് അപ്പുറത്താണ്. ഞങ്ങൾ ഇങ്ങനെ കാണും, അവിടെ നിന്ന് കാണും, ഞാനിവിടെ നിന്ന് കാണും. അല്ലേ അച്ഛാ? എന്നിട്ട് പറയുന്നത് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ, ഞങ്ങളൊക്കെ പുറകിലുണ്ടെന്ന്. ലക്ഷം പിന്നാലെന്ന് അച്ഛൻ പറയും. അവിടെ തിരിഞ്ഞു നോക്കുമ്പോ ആരും കാണത്തില്ല. അതുകൊണ്ട് അച്ഛൻ മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചിരിക്കും. ഞാനതാ പറഞ്ഞത്. ഇപ്പൊ ഒരു വീട് കൊടുത്തത് കാണിച്ചു. അതിനകത്ത് ഞാൻ നല്ല രീതിയിൽ കമന്റ് ഇട്ടു. ആർക്കോ കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞ് അച്ഛൻ ദാനം കൊടുക്കുന്ന ആ മനുഷ്യൻ തന്ന സ്ഥലത്ത് KHDC ഫിറോസ് വീടും വെച്ച് തന്നിട്ട് അതിൽ കയറി താമസിച്ചിട്ട് ഇതുപോലെ ഇട്ട് കളിയാക്കാൻ നല്ല ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഇല്ലായ്മയുടെ ലക്ഷണമാണ്. അതിന് കൂട്ടായിട്ട് കുറെ എണ്ണങ്ങളും. എന്ത് ആടേ, കുറച്ചെങ്കിലും മര്യാദ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ സ്ഥലം അച്ഛന് തിരിച്ചെഴുതി കൊടുക്ക്. അല്ല, ഇത്ര
അത്രയ്ക്ക് അങ്ങ് കളിയാക്കി ചിരിച്ചങ്ങ് മറയുന്നുണ്ടല്ലോ. കയ്യിൽ പൈസ കാണുമല്ലോ ഇപ്പോ. വേറെ വീടെടുത്തിട്ട് ആ സ്ഥലം അച്ഛന് എഴുതിക്കൊടു. എന്തിനാ ഇത്ര പാട്? അല്ലെങ്കിൽ ആ ഫിറോസിന് കൊടുത്തേര്. അച്ഛനും ഫിറോസും കൂടാതെ വേറെ വല്ലവർക്കും കൊടുത്തോളൂ. നീ അവിടെ താമസിക്കാനുള്ള ഒരു യോഗ്യതയും ഇല്ല. മനസ്സിലായോ? ഈ രേണുസുതിക്കോ രേണുസുതിയുടെ കുടുംബത്തിനോ ആ വീട്ടിൽ താമസിക്കാനുള്ള ഒരു യോഗ്യതയും ഇല്ല. ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സമ്മതിക്കണം. എന്തൊക്കെയോ ആയി എവിടേക്കോ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. പ്രവൃത്തിയാണ് അത്. ആ ദൈവത്തിന്റെ ഒരുപാട് അനുഗ്രഹം കിട്ടും. പക്ഷെ കൊടുത്തതോ കൊടുത്ത്. ഇനി ഇത് ഞാൻ കൊടുത്തയാണേ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരല്ലേ അച്ഛോ. അച്ഛൻ്റെ അടുത്ത് സ്നേഹം ഉള്ളതുകൊണ്ട് പറയുവാണെന്ന് ഈ അച്ഛൻ എവിടെയും പോയിട്ട് ഞാൻ കൊടുത്തയാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ രേണുസുതിയാണ് ആ എവിടെയോ മര്യാദക്ക് സമാധാനത്തോട് കിടന്നിരുന്ന അച്ഛനെ വലിച്ചോണ്ട് പോയി സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തത്. മനസ്സിലായോ? അല്ലാണ്ട് അച്ഛൻ വന്നിട്ട് ഞാൻ കൊടുത്തയാണെന്ന് പറയുന്നില്ല. ഈ രേണുസുതി കൊണ്ടുപോയി ഇട്ട് കൊടുത്തതാണ്. അതിനുശേഷമാണ് ആ അച്ഛൻ സംസാരിച്ചു കൊടുത്തത്. അത് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് കിടന്ന് പ്രസംഗിക്കണം. ഒരു മനുഷ്യനെ മര്യാദയ്ക്ക് അടങ്ങി അങ്ങേരുടെ കാര്യം നോക്കി പൊക്കോണ്ടിരുന്ന ഒരു മനുഷ്യനെ വലിച്ചോണ്ട് പോയി സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ ഇരുന്ന് പ്രസംഗിക്കുക. കമന്റ് ഇട്ടിട്ടുണ്ട്. സത്യമാണ്. നമ്മളൊരു ദാനം ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ വൈറലുമായി. പിന്നെ അതിന്റെ പുറമെ നടന്ന് ഇതാക്കരുത്. അതാണൊക്കെ ഈ വരുന്ന ഈ യൂട്യൂബിൽ ദാനം ചെയ്ത ആൾക്കാരെ കളിയാക്കുന്നത്, അവരെ ചീത്ത വിളിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ മുന്നിൽ ഇട്ട് കൊടുക്കുന്നത് ഒക്കെ നല്ല ഐശ്വര്യം അന്തസ്സുള്ള പരിപാടിയാണല്ലോ. ആ അന്തസ്സുള്ള പരിപാടിയാണല്ലോ രേണുസുതി ചേച്ചി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ബ്ലോഗിന് താഴെ വന്ന് കമന്റ് ഇട്ട് ആ വില കളയരുത്. പിന്നെ വേറെ ഒരാളുണ്ട്, അവരുടെ മോനെ ആരാണ്ടേ പറഞ്ഞപ്പം പൂക്കല എടുത്തോണ്ട് തുള്ളി മറിഞ്ഞ് അവർക്കെതിരെ വീഡിയോ ഇട്ട വ്യക്തി എന്റെ മോന്റെ ഫോട്ടോ, അതും പ്രായപൂർത്തിയാകാത്ത, അപ്പൊ ഒരു 16 വയസ്സുള്ള എന്റെ കുഞ്ഞിന്റെ ഫേസിൽ റൗണ്ട് വരച്ച് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് എതിർ വീഡിയോ ഞാൻ ചെയ്തതിന് അതിന് അവര് വന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ വ്യക്തി. അപ്പൊ ഇവരുടെ വ്യക്തിത്വം എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുക്കാത്ത ആൾക്കാരെ വന്ന് വീഡിയോ ചെയ്യത്തില്ലല്ലോ. ഒരാള് ഇന്നാ എടുത്തോ ഇന്നാ ചെയ്തോ എന്ന് പറഞ്ഞ അവസരം പോയി അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാതെ എന്തായാലും ഒരാളെ വീഡിയോ ചെയ്യാൻ പോകുന്നില്ല. അതാദ്യം മനസ്സിലാക്കണം. നിങ്ങൾ കയ്യിലിരിപ്പുണ്ട് ആൾക്കാരുടെ അടുത്ത് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുറ്റമല്ല, അത് നിങ്ങളുടെ കുറ്റമാണ്. ഞാൻ രേണുസുതിയുടെ ലേഡി ഗുണ്ട. രേണുസുതി ശമ്പളത്തിന് കൊടുത്തേക്കുന്ന ലേഡി ഉണ്ട. എനിക്കെതിരെ വരുന്ന കൊഞ്ചു ആന്റണിയുടെയും പിന്നെ ഏതാ അല്ല അവളെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം ഒരു അത് പിന്നെ ലൂണയുടെ ചാനലിന്റെ പേര് ഞാൻ മാറ്റിയിട്ടുണ്ട്. ആ ചാനലിന്റെ പേര് ഞാൻ മാറ്റി 2 അക്ഷരം ഞാൻ അധികം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടുള്ള ഭീഷണി. രേണുസുതിനെ കുറിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ കാര്യങ്ങളെടുത്ത് പുറത്തിടും. രേണുസുതി കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ, തെണ്ടിത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോ എന്ത് തേങ്ങാക്കൊലയാണെന്നെങ്കിലും വിളിച്ചു പറയും. നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ പോയി ചെയ്യും. വേറെ കാര്യമുണ്ട്. എന്റെ പേഴ്സണൽ കാര്യം ഞാൻ അവക്ക് ഷെയർ ചെയ്തപ്പോ അവൾ അത് പറയാതെ അതിനകത്ത് രേണുവിനെ കയറ്റിയിട്ട്, കാരണം എന്ത് കണ്ടന്റ് റീച്ച്. അതാ പറഞ്ഞ രേണു എന്ന് പറഞ്ഞാലേ റീച്ച് ഉള്ളൂ. നമ്മുടെ പേഴ്സണൽ കാര്യം പറഞ്ഞപ്പോഴും അവൾ അതിനെ കുറിച്ച് സംസാരിക്കാതെ രേണുവിനെ കുറിച്ചാണ് സംസാരിച്ചത് മൊത്തം. അപ്പൊ രേണുവിന് അതിനെ കുറിച്ച് ചത്തുപോയവരൊക്കെ എങ്ങനെ റീച്ച് ഉണ്ടാക്കുന്ന അതെ. മനുഷ്യ സ്വാഭാവികമല്ല. മരിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്യും. രേണുസുതി മരിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? എത്ര ആൾക്കാർ പട്ടിണി കിടന്ന് അറിയാമോ? രേണുസുതിയുടെ റീച്ചൊക്കെ പോയ അമ്മച്ചി അതൊന്നും അറിഞ്ഞില്ലായിരുന്നോ? രേണുസുതിയുടെ റീച്ചൊക്കെ പോയിട്ട് കാലം കുറച്ചായി. എല്ലാരും പട്ടിണി കിടന്ന് എന്ത് ചെയ്യും മള്ളയ്യ? നമ്മൾ എന്ത് ചെയ്യും മള്ളയ്യ? അയ്യോ വീഡിയോക്കാർ എന്ത് ചെയ്യും? എന്റെ മുഖം കാണാതെ ആർക്കും അല്ലേ ഒരു ഞാൻ കക്കൂസിലൊക്കെയാ ഒച്ച കേൾക്കുന്നത്. രേണുസുതി ഇന്റർവ്യൂ ആയിട്ട് മാത്രമേ ഇവിടെ നട രേണുസുതി ബാത്റൂമില് പെണ്ണുമ്പിള്ള തിരക്കിയതും ബാത്റൂമിൽ ഭയങ്കര സൗണ്ട്. പുള്ളിക്കാരൻ കയറിയത് രേണുസുതി ഇന്റർവ്യൂ കണ്ടോണ്ട്. അയ്യോ രേണുസുതി അങ്ങ് ചിരിച്ച് ഞാനാണ് വലിയ എന്തോ സംഭവമാണെന്നും പറഞ്ഞ് അങ്ങോട്ട്. നിങ്ങളൊരു സംഭവം അല്ല അമ്മച്ചി, അത് ആദ്യം ഒന്ന് മനസ്സിലാക്ക്. കേരളത്തിലെ ആൾക്കാർ എന്റെ ഇന്റർവ്യൂസും എന്റെ റീൽസും ഒക്കെ കാണാറുള്ളത്. ഞാൻ പോയി കഴിഞ്ഞാൽ എന്തോ ചെയ്യും? അല്ല വേറെ വ്ളോഗ്സ് എന്റെ പൊന്നെ അത് എടുത്തു വെച്ചിട്ട് ഞാൻ എന്തൊക്കെയാന്ന് പറയുന്നവരാ. ഇത് കേട്ടിട്ടില്ലല്ലോ. അല്ല വേറൊരു കാര്യം, ഈ
ഈ ഷോർട്ട് ഫിലിമിലൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോ എനിക്ക് ആക്ഷൻ ഒന്നും കിട്ടില്ല. ഈ കുട്ടി വന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ എന്തൊക്കെ പക്ഷെ വേറെ കാര്യമുണ്ട്, ഞാൻ റിയാക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാ പിന്നെ അതൊക്കെ 1 lakh കയറുന്നത് വ്യൂസ്. 3 ഇഞ്ച് ഉണ്ടോന്ന് ദൈവത്തെ അറിയാം. രേണു സുധീനൊക്കെ എൻ്റെ പൊന്നേ എനിക്ക് വയ്യ. ഇങ്ങനെ അങ്ങ് ചിരിച്ചു മറിഞ്ഞ് വീഴുക. കണ്ടു തന്നെ അറിയണം ഇത് ഈ വീഡിയോക്ക് എത്ര റീച്ച് കിട്ടുമെന്നുള്ളത്. അല്ല, രേണസുധയുടെ സ്വഭാവം വെച്ചിട്ട് ആ റീച്ചൊക്കെ പോയ സമയം കഴിഞ്ഞു. കണ്ടറിയാം, കാണാമല്ലോ എന്തായാലും ഇതിനെത്ര റീച്ച് കിട്ടുമെന്നുള്ളതേ. അല്ല, അപ്പം നമുക്ക് മനസ്സിലാക്കാം റീച്ച് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, കുറച്ചെങ്കിലും എളുപ്പമുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോതള്ളേ, ഇറങ്ങിപ്പോ. കയ്യിൽ പൈസ ഉണ്ട്, ഇപ്പോഴും കുറേ ഉദ്ഘാടനവും മറ്റേ ഷോർട്ട് ഫിലിമും കൊണ്ട് നടക്കുന്നില്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. ഇനി ഇതിനെ എത്ര ചാടിത്തുള്ളിക്കൊണ്ട് എൻ്റെ നെഞ്ചത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് നല്ല 4 പറയും. അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. കുറച്ചെങ്കിലും ഉളുപ്പ്, അന്തസ്സ്, മാന്യം, മര്യാദ എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ സ്ഥലം ആച്ചിട്ട് തിരിച്ചെഴുതിക്കൊടു. ഇത്രയും ദിവസം ഞാനത് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പം അത് പറയാതെ വഴിയില്ല. അമ്മാതിരി അപമാനിക്കലാണ് അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. നിങ്ങൾ ഇതൊക്കെ അങ്ങോട്ട് ചെയ്യ്. ആ സ്ഥലം തിരിച്ച് ആ അച്ഛൻ എഴുതി കൊടുക്ക്. മനസ്സിലായോ? ഉളപ്പുണ്ടെങ്കിൽ മര്യാദ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് ചെയ്യും, എന്നിട്ട് കടന്ന് പ്രസംഗിക്ക്. ശരി എന്നാ.